നമസ്കാരം. ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ സ്വന്തമാക്കില്ലെന്ന വ്യവസ്ഥയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച താൽക്കാലിക സമാധാന കരാറിലെ നിർണായക വിവരങ്ങൾ ഇപ്പോഴും അവ്യക്തമായി തുടരുന്നതിനിടയിലാണ് ട്രംപിന്റെ ഈ നിർണായക വെളിപ്പെടുത്തൽ. അതേസമയം കരാറിന്റെ ഭാഗമായി ഇറാന് $300 ശതകോടി പുനർനിർമ്മാണ ഫണ്ട് നൽകുമെന്ന വാർത്തകൾ ട്രംപ് നിഷേധിച്ചു. തങ്ങളുടെ കടമകൾ കൃത്യമായി പാലിച്ചാൽ ഇറാന് ഈ ഫണ്ട് ലഭ്യമാക്കുമെന്നായിരുന്നു നേരത്തെയുള്ള റിപ്പോർട്ടുകൾ. എന്നാൽ ട്രംപ് ഇത് പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇറാൻ ഇനി ഒരിക്കലും ആണവായുധം നിർമ്മിക്കില്ലെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇറാന് US $300 മില്യൺ നൽകുന്നുവെന്ന വാർത്ത വ്യാജമാണ്. ഡെമോക്രാറ്റുകൾ ചമച്ചുണ്ടാക്കിയ കഥയാണിത്. ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി വ്യക്തമാക്കുകയും ചെയ്തു. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുണ്ടാക്കിയ പ്രാഥമിക ധാരണാപത്ര പ്രകാരം ഇറാൻ ചില നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുകയാണെങ്കിൽ അവരുടെ മരവിപ്പിച്ച ഫണ്ടുകൾ വിട്ടുകൊടുക്കാനും ഉപരോധങ്ങളിൽ ഇളവ് നൽകാനും ഇറാന്റെ പുനർനിർമ്മാണത്തിനായി $300 ശതകോടി ഫണ്ട് അനുവദിക്കാനും സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്നാൽ ട്രംപ് ഭരണകൂടം ഈ സാമ്പത്തിക സഹായത്തെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല. ഇറാൻ കരാർ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്ന് ആരാണ് നിരീക്ഷിക്കുക എന്നതിനെക്കുറിച്ചോ അവരുടെ ആണവ പദ്ധതികൾ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതിനെക്കുറിച്ചോ ട്രംപിന്റെ സംഘം ഇതുവരെ വ്യക്തമായ വിശദീകരണം നൽകിയിട്ടില്ല. കഴിഞ്ഞ വേനൽക്കാലത്ത് US നടത്തിയ ശക്തമായ ആക്രമണങ്ങളിൽ തകർന്ന ആണവ നിലയങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് കരുതപ്പെടുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം ആര് നശിപ്പിക്കുമെന്നതിലും വ്യക്തതയില്ല. അതേസമയം ആണവ പ്രശ്നത്തിൽ അന്തിമമായ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുന്നത് വെള്ളിയാഴ്ച ധാരണാപത്രം ഒപ്പുവെച്ചതിനു ശേഷമുള്ള 60 ദിവസത്തെ ചർച്ചകൾക്ക് ശേഷമായിരിക്കുമെന്ന് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ ഈ കാലയളവിൽ കൂടുതൽ സങ്കീർണമായേക്കാം. കരാറിന്റെ ഔദ്യോഗിക പകർപ്പ് ഇതുവരെ പൊതുസമക്ഷം ലഭ്യമാക്കിയിട്ടില്ല. എന്നാൽ വൈറ്റ് ഹൌസ് ഈ ആഴ്ച തന്നെ കരാറിന്റെ പൂർണ്ണ രൂപം പുറത്തുവിടുമെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് ABC ന്യൂസിനോട് പ്രതികരിച്ചു. കരാറിലെ വ്യവസ്ഥകൾ ഇറാൻ പൂർണ്ണമായി നടപ്പിലാക്കുന്നതുവരെ അവർക്ക് ഒരു പൈസ പോലും ലഭിക്കില്ലെന്ന് ഇതിലൂടെ ഏവർക്കും ബോധ്യമാകും, വാൻസ് വ്യക്തമാക്കി. ഇറാന്റെ ആണവ ഭാവിയെക്കുറിച്ചുള്ള ട്രംപിന്റെ നിലപാടിന് വൈസ് പ്രസിഡന്റ് JD വാൻസ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ട്രംപിന്റെ നയതന്ത്ര ശ്രമങ്ങൾ ഒരിക്കൽ കൂടി ഫലം കണ്ടിരിക്കുകയാണെന്നും ഇറാന്റെ ആണവായുധ മോഹങ്ങളെ തടയുക എന്നത് തന്നെയാണ് ഈ കരാറിന്റെ പ്രധാന ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. X പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞത് പ്രസിഡന്റ് ആദ്യ ദിവസം മുതൽ വ്യക്തമാക്കിയ കാര്യമാണിത്. ഇറാൻ ഒരിക്കലും ആണവായുധം കൈവശം വെക്കില്ല. ട്രംപിനെയും അമേരിക്കയെയും വെറുക്കുന്ന ഒരു വിഭാഗം ആളുകൾ നിരന്തരം തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടും സമാധാനം സ്ഥാപിക്കാനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ ശ്രമങ്ങൾ അമേരിക്കൻ ജനതയ്ക്ക് വീണ്ടും വലിയ നേട്ടം കൊടുത്തിരിക്കുകയാണ് എന്നാണ്. എന്നാൽ അതിനിടെ അമേരിക്കയുമായുള്ള ഈ ധാരണയ്ക്കെതിരെ ഇറാനിൽ വ്യാപകമായ ജനകീയ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതായാണ് വിവരം. ഇറാനിലെ ജനങ്ങൾ തെരുവിലിറങ്ങി ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കുകയാണ്. അതേസമയം ഈ കരാർ ഇറാനെ സമ്പൂർണ്ണ നാശത്തിൽ നിന്ന് രക്ഷിച്ചുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. ഇറാൻ ഇന്നോ നാളെയോ ഒരിക്കലും ആണവായുധം നിർമ്മിക്കില്ലെന്ന് നെതന്യാഹു ആവർത്തിച്ചു. എന്നാൽ US ഇറാൻ സമാധാന കരാർ നിലവിൽ വന്നിട്ടും ലെബനൻ, സിറിയ, ഗസ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കില്ലെന്ന കർശന നിലപാടിലാണ് നെതന്യാഹു ഇപ്പോഴും തുടരുന്നത്.